ഗൈസ് വെൽക്കം ടു ടോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ BTC 90-91 റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മീം കോയിൻസ് കമൻറ്റ് സെക്ഷനിൽ കണ്ടിരുന്നു. മീം കോയിൻസുകൾ വേണം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിരുന്നു ഷിബ ഡോജ് പോലുള്ള മീം കോയിൻസുകൾ നമുക്ക് അക്യുമുലേറ്റ് ചെയ്തു അത്യാവശ്യം ഗെയിൻ നൽകിയിട്ടുണ്ട്. എപ്പോഴും മീം കോയിൻസിൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോകുമ്പം പല മീം കോയിൻസും ശ്രദ്ധ കൊടുക്കുന്നു, പല മീം കോയിൻസ് റിട്ടേൺസ് കാണുന്നു, പലത് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയുന്നു. അതുകൊണ്ട് മീം കോയിൻസിൻ്റെ ബാക്കിലേക്ക് തന്നെ പോയി നിങ്ങൾ സമയം കളയരുത്. വളരെ ഒന്നോ രണ്ടോ ഷിബ നമ്മൾ എടുത്ത സ്ഥിതിക്ക് വളരെ കുറച്ച്, അതിൻ്റെ കൂടെ തന്നെ ഹൈ ക്യാപ്പ് ഉള്ള ചെറിയ റേറ്റിലെ കോയിൻസ് നമ്മൾ നിങ്ങൾക്ക് TRS വെറ്റൊക്കെ പറഞ്ഞു തന്നല്ലോ. ഇനിയും അതുപോലുള്ള ഈ ബുൾ മാർക്കറ്റിൽ അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള ബാക്കപ്പ് ഉള്ള കോയിൻസുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. പക്ഷെ എന്നാൽ പോലും മീം കോയിൻസുകൾ വേണം. നിങ്ങൾക്ക് എന്തായാലും ഒരു മീം കോയിൻസ് വാങ്ങിയേ പറ്റൂ. ഒരു ബുൾ മാർക്കറ്റ് ആകുമ്പോൾ ഒരു മീം കോയിൻസിലെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് പല സുമാറ് കോയിൻസിലിട്ട് പലരും പറയുന്ന കോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിട്ടേൺസ് വരണമെന്നില്ല. ഇത് എൻ്റെ 10x കോയിൻസിൽ ഞാൻ 20 എണ്ണം എൻ്റെ മെമ്പേഴ്സിന് നൽകിയ 20 കോയിൻസിലൊരു കോയിനാണ്. നമ്മൾ കഴിഞ്ഞ ജൂലൈ 6-നാണ് ഈ കോയിൻസ് നൽകിയത്. ജൂലൈ 6-ന് കറക്റ്റ് ഡേറ്റിലാണ് ഞാൻ ഈ കോയിൻസ് നൽകിയത്. അപ്പോൾ ഈ കോയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നൽകുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 0.02 ആണ്. NPC എന്ന് പറഞ്ഞ നോൺ പ്ലേയബിൾ കോയിനാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരു NFT ഹൈബ്രിഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബുൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു NFT റിലേറ്റഡ് ഹൈപ്പ് വരാനുള്ള സാധ്യത ഉണ്ടായത് തന്നെ ഇതൊരു NFT ഹൈബ്രിഡ് കോയിൻ ആയതുകൊണ്ട് തന്നെ ഈ നോൺ പ്ലേയബിൾ കോയിനായ NPC, KuCoin, ബിഡ്ജറ്റ് പോലുള്ള KuCoinലുണ്ട്. ഞാൻ അതിൻ്റെ റെഫറൽ ലിങ്ക് ബയോയിലിടാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ പിൻ ചെയ്തിടാം. നിങ്ങൾ അതുവഴി KuCoin ഇല്ലാത്തവർക്ക് നമുക്കൊന്ന് ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയ ഒരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ NPC ഞാൻ 20Xൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ NFT ഹൈബ്രിഡിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ ജൂലൈയിൽ ഞാൻ ഇടുന്ന സമയത്ത് $0.02 ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ചാർട്ട് വൈസ് നോക്കുമ്പോൾ അതൊരു ബിയർ മാർക്കറ്റ് ടൈപ്പ് തന്നെ അത്യാവശ്യം ഗ്രോത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഒരു സാധാരണ മീം കോയിന് പോലെ ആയിരുന്നില്ല. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അതായത് ഇറങ്ങിയ സമയത്തുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ റേറ്റാണ്. 0.00 സംതിങ് ഉണ്ടായ കോയിന് ഈ ബിയർ മാർക്കറ്റ് തന്നെ അത് അത്യാവശ്യം ഒരു ഗെയിൻ കാണിച്ചു തന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഈ കറൻ്റ്ലി ഇപ്പം ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്താണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളൊരു ഈ ഒരു NPC സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 10x കൊടുത്ത ഇപ്പോൾ 0.02 കൊടുത്തത് നമ്മൾ 10x എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് വിചാരിച്ചെന്ന് പറഞ്ഞാൽ അത് എത്തേണ്ട കടമ എനിക്കുണ്ടല്ലോ. നമ്മൾ ഈ 10x റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 20 കോയിൻ നൽകിയതിൽ ഇപ്പോൾ സോളും മാത്രമേ 10x ഗെയിൻ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഡോജ് കോയിൻ 5x ഗെയിനായി, പിന്നെ CRO 5x ഗെയിനായി. അങ്ങനെ കുറച്ച് കോയിൻസ് നിങ്ങളോട് ഫുൾ കോയിൻസ് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് കോയിൻസ് മാത്രമേ 5xോ അല്ലെങ്കിൽ സോൾ ഒഴികെയുള്ള കോയിൻസ് സ്റ്റിൽ ഗെയിൻ ഉണ്ടാവാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾട്ടിന് സ്റ്റിൽ ഗെയിൻ വരാനുണ്ട്. അപ്പോൾ ഈ NPC എന്ന് പറയുന്ന കോയിൻസ് ഇപ്പം ഞാൻ ബൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് 0.05 ആണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 3x 4x റിട്ടേൺസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഒരു സാധ്യതയുണ്ട് എന്ന നിലയിലാണ് നിങ്ങൾക്ക് ഞാൻ ഈ കോയിൻസ് പരിചയപ്പെടുന്നത്. മാത്രമല്ല 0.03 to 0.05 ആണ് പിന്നീടുള്ള ഒരു ബൈയിങ് റേഞ്ച്, ഒരു വൈഡ് ബൈയിങ് റേഞ്ച് 0.03-ൻ്റെയും 0.05. കാരണം ഇവിടെ നിന്നൊന്ന് കൺസോൾട്ടേറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു ലെഗപ്പിന് സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയാൻ കാരണം എന്താ, 0.02-ന്നും 0.01-ന്നും കുറച്ച് നാൾ കൺസോൾട്ടേഷന് ശേഷം ഒറ്റയടിക്ക് 0.05-ലേക്ക് ഒരു സ്റ്റഡി ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇനി ഈ 0.05-ന്ന് കുറച്ച് നാൾ കൺസോൾട്ടേറ്റ് ചെയ്ത് കുറച്ച് ഡൗൺ വിങ് വന്നാൽ അടുത്തൊരു സ്റ്റഡിയായ 0.07-ഓ 0.08-ലേക്കോ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ കാണുന്നത്. ഇനി ഇത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു മീം കോയിനാണ്. കാരണം നിങ്ങൾ ഒരിക്കലും വലിയ ലക്ഷങ്ങളോ അങ്ങനെയല്ല റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു ചെറിയ എമൗണ്ട് ഇട്ടാൽ പോലും റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് മീം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ മീം കോയിൻസ് എന്ന് പ്രാധാന്യം നിങ്ങളിത് കൊടുക്കണം. ഞാൻ ഇത് 2-3 വട്ടം ചിന്തിച്ചിരുന്നു, ഇത്തരം മീം കോയിൻസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയണോ, അല്ലെങ്കിൽ 10x ഗ്രൂപ്പിൽ പറഞ്ഞ അതിൻ്റെ ഗൗരവങ്ങൾ ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മീം കോയിൻ എന്ന നിലയിൽ അത് വാങ്ങാവൂ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കോയിൻസിലിടുന്നതിൻ്റെ വളരെ ചെറിയ ശതമാനം ഇടാവൂ എന്നുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു മീമായിട്ട് മാത്രമേ കരുതാവൂ. അല്ലാണ്ട് ഒരു ഇത്തീരിയോ ബിറ്റ്കോയിനോ വാങ്ങുന്ന ലാഘവത്തോടെ നിങ്ങൾ ഈ കോയിൻസിനെ സമീപിക്കരുത്. പക്ഷേ ഇതിനൊരു പൊട്ടൻഷ്യൽ ഞാനൊരു കുറച്ചും കൂടി ഗ്രോത്ത് എൻ്റെ പേഴ്സണൽ എക്സ്പെക്റ്റേഷനാണ്. ചിലപ്പോൾ തെറ്റിപ്പോകാം, പക്ഷെ നിങ്ങളെ മുമ്പിൽ ഷെയർ ചെയ്യണം തോന്നി. കാരണം എന്തായാൽ പോലും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തതിനപ്പുറം ഈ ബുൾ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപാട് പുതിയ ആൾക്കാർ, ഞാൻ അതുകൊണ്ട് പുതിയ ആൾക്കാരെ വളരെയധികം ഗൗരവത്തോടെ കാണുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ ലോസ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ് പുതിയ ആൾക്കാർ. എന്തുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കിട്ടും ക്രിപ്റ്റോയിലേക്ക് കൂടുതലായിട്ട് വന്നിട്ട് പോലും ലോസ് ഉണ്ടാക്കുന്നവരാണെന്നോ?
ശരിക്കും അങ്ങനെയാണ് സംഭവം. കാരണം 2021 അനുഭവത്തിൽ പുതിയ ആൾക്കാർ എത്താൻ വളരെയധികം ലേറ്റ് ആയതുകൊണ്ടിരിക്കും. ഈ ലേറ്റ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യപ്പെടും, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ ഇനി ഒരു മാർച്ചിലോ ഏപ്രിലോ 2025 പോലും മാർക്കറ്റിലേക്ക് കടന്നു വരാൻ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബുൾ മാർക്കറ്റ് പീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നപ്പോൾ ജൂണോ അല്ലെങ്കിൽ മെയ്യോ ജൂലൈയോ. അപ്പോൾ ഒരു മാർച്ചിലോ മെയ്യിലോ വരുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ബുൾ മാർക്കറ്റ് പീക്കായി കാണുന്നു, ഇനിയും പുതിയ ഹൈയിലേക്ക് പോകും, അത്രയും ഫോം എക്സ്പെക്ട് ചെയ്യുമ്പോൾ അയാൾ ബൈ ചെയ്ത കോയിൻ ഒരു 20x റിട്ടേൺസ് വന്നപ്പോഴും അയാൾ സെല്ല് ചെയ്യില്ല. കാരണം അയാളെ മനസ്സിലെന്താ, ബിറ്റ് കോയിനൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള കോയിനൊക്കെ പോലെ ഇനിയും വളരെയധികം കയറാനുള്ള കോയിനാണെന്ന് തോന്നും. അങ്ങനെ അവിടുന്ന് അദ്ദേഹം എന്ത് ചെയ്യപ്പെടും, ഈ ബുൾ മാർക്കറ്റ് പീക്കിൻ്റെ സമയത്ത് റീട്രേസ് വീണുമ്പോൾ അയാൾ വീണ്ടും ബൈ ചെയ്യും. കാരണം എനിക്ക് കുറച്ചും കൂടി ലാഭത്തിൽ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് ബിയർ മാർക്കറ്റിലേക്ക് പോകുക. അങ്ങനെയാണ് ഈ 4 വർഷത്തേക്ക് ഫണ്ട് ലോക്ക്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈക്കിൾ സെറ്റപ്പ് മനസ്സിലാക്കുക. കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു ഹാൾവിങ് നടക്കുന്നു. ഓരോ 4 വർഷത്തോടെ ഹാൾവിങ് നടക്കും. ആ ഹാൾവിങ്ങിനോടനുബന്ധിച്ചുള്ള റാലി ഉണ്ടാവും. ഹാൾവിങ്ങിന് ശേഷം ഒരു റീട്രേസ് ഉണ്ടാവും. ആ സമയത്ത് തന്നെ US എലക്ഷൻ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ പോസ്റ്റ് ഹാൾവിങ് റീഅക്യുമുലേഷൻ ഉണ്ടാകുന്നു. ഈ US എലക്ഷനുമായിട്ട് സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഹൈപ്പ് ഉണ്ടാകുന്നു. ഇതാണ് കഴിഞ്ഞ കുറേ നാളായിട്ട്. ഇനി ഈ ഹൈപ്പിനോടൊപ്പം തന്നെ ഈ ഗ്രോത്തിൻ്റെ ഇടയിൽ ഒരു റീട്രേസ് ഉണ്ടാവും. അത് 2020 കോവിഡിൻ്റെ സമയത്ത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ ഏകദേശം 50% കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ എടുത്തു. ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിരന്തരം വേണം. എങ്കിലേ ഇത്തരം റീട്രേസുകൾ, പ്രത്യേകിച്ച് ഈ ബുൾ മാർക്കറ്റിൻ്റെ ഇടയിൽ ഒരു റീട്രേസ്, ഒരു ആദ്യമായി വരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ 1% എടുത്ത് ക്രിപ്റ്റോയിലേക്ക് ഇടുന്നു. അപ്പാടെ തന്നെ ഒരു ബുൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. കോയിൻ ഒരു 25% കയറുന്നു. റീട്രേസ് വരുന്നു. ബുൾ മാർക്കറ്റിൽ സാധാരണ 1-2 റീട്രേസ് ഉണ്ടാവലുണ്ട്. ആ റീട്രേസിൽ അദ്ദേഹം ഫുൾ സെൽ ഓഫ് ചെയ്യുന്നു. വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ഓൾ ടൈം ആയി എടുക്കുന്നു. അദ്ദേഹം കോൺഫിഡൻറ്റോടെ വീണ്ടും വരുന്നു. അടുത്ത റീട്രേസിൽ ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നു. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാനേ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നിരന്തരമായിട്ട്, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് എക്സാമും കാര്യങ്ങളുണ്ട്, എന്നാൽ പോലും ഈ ഒരു എല്ലാ ദിവസങ്ങളും നിരന്തരമായി നിങ്ങളോട് സംവദിക്കാനുള്ള കാരണം ഒരിക്കലും കഴിഞ്ഞ 2021 പല ന്യൂ കമ്മേഴ്സ് ഉണ്ടാക്കിയ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് കഴിഞ്ഞ ജാനുവരി തൊട്ടേ പ്രീ ഹാൾവിങ്, പോസ്റ്റ് ഹാൾവിങ്, റീഅക്യുമുലേഷൻ പീരീഡൊക്കെ നിരന്തരം ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും കറൻ്റ്ലി ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടും നിങ്ങൾ ഈ വിഷയം, കുറച്ച് ആൾക്കാർ നമ്മളെ കഴിഞ്ഞ 6 മാസം പോസ്റ്റ് ഹാൾവിങ്ങിൻ്റെ ഇടയിൽ നമ്മളൊരു വീഡിയോ ഇട്ട 400-500 ആയിരുന്നു ബേസ്. ഇപ്പോൾ 2K 3K ആവുന്നുണ്ടെങ്കിലും എക്സ്ട്രാ പുറത്തുനിന്ന് ആൾക്കാർ പതിയെ വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഡെയിലി സംവദിക്കാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, ഏത് സമയമാണ് നിങ്ങൾക്ക് കംഫർട്ടായ സമയത്ത് ഒരു ഇയർഫോൺ ഇട്ട് നിങ്ങൾ ഈ ഡെയിലി വീഡിയോ കാണുക. കാരണം ഞാൻ ഡെയിലി റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഡെയിലി കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് മനസ്സിലാവും. ഒരു ജൂൺ ആകുമ്പോൾ ഫോമോ മാറ്റാനും, അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലെ ഫസ്റ്റ് റീട്രേസ് വന്നാൽ പേടിക്കാതിരിക്കാനും, അടുത്ത ബിയർ മാർക്കറ്റ് വരുന്നുള്ളിൽ ഇതൊക്കെ ഫുൾ സെൽ ഓഫ് ചെയ്തിട്ട് അടുത്ത ബിയർ മാർക്കറ്റിൽ നമ്മൾ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും എല്ലാവരും വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ബിയർ മാർക്കറ്റിൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആയുസ് ഉണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിയർ മാർക്കറ്റ് ബോട്ടം അക്യുമുലേറ്റ് ചെയ്ത് പ്രീ ഹാൾവിങ് റാലി വരുമ്പോൾ ഫുൾ സെൽ ഓഫ് ചെയ്ത് പിന്നെയും പോസ്റ്റ് ഹാൾവിങ് റീഅക്യുമുലേഷൻ വരുമ്പോൾ റീബൈ ചെയ്ത് ഇപ്രാവശ്യത്തിനെക്കാട്ട് അടിപൊളിയാക്കാനുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡെയിലി നിങ്ങളെല്ലാ ഡ്രൈവിങ്ങിന് പോകുന്ന ഒരാളാണ്, വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന ഒരാളാണ്, അന്നേരം നിങ്ങൾ ഈ വീഡിയോക്കായിട്ട് നിങ്ങൾ ഡെയിലി വേറെ എക്സ്ട്രാ സമയം കണ്ടെത്തരുത്. ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഫേസ് കാണണമെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ, പുറത്ത് നമ്മൾ വേറെ വ്യൂ സെറ്റപ്പ് ഒന്നുമില്ലല്ലോ. ജസ്റ്റ് ഇയർഫോൺ ഇടുക. ഡെയിലി എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുമ്പ് ഈ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി ഒരു 5 2x ഇട്ടോ, എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടുള്ള രീതിയിൽ നിങ്ങൾ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, 5 മിനിറ്റ്സ് കേൾക്കുക. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ മറ്റേ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ ഇയർഫോൺ ഇട്ട് ഈ വിഷയം കേൾക്കുക. മനസ്സിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്യുക. ഞാൻ വാങ്ങിയ മീം കോയിനാണ്, അതിൻ്റെ റിട്ടേൺസ് ഒരു 70-80% കിട്ടിയാൽ ഞാനത് ഒരു പോയിന്റ് സെൽ ഓഫ് ചെയ്യുക. എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ റിഗ്രറ്റ് വേണ്ട. ഇതൊരു ബുൾ മാർക്കറ്റാണ്, എത്രയോ പേര് ലോസ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാനിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കി. പ്രോഫിറ്റ് എടുത്തു എന്ന് കരുതി ഞാൻ ഒരിക്കലും സങ്കടപ്പെടരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സ്. ഒരു ട്രേഡർ എത്ര ശതമാനം ആൾക്കാരാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്? എന്തുകൊണ്ട് ആർക്കും എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത്? നമ്മുടെ മെൻറ്റാലിറ്റി പ്രശ്നമാണ്. പക്ഷേ മെൻറ്റാലിറ്റി റെഡി ആകുമ്പോഴത്തേക്ക് ഹ്യൂജ് എമൗണ്ട് ലോസ് ആവുകയോ അതിനോട് മടുപ്പുണ്ടാവുകയോ, അതുകൊണ്ടാണ് 1% പോകുന്നത്. അവരും ലോസ് ഉണ്ടായിട്ടുണ്ട്, അവർക്കും മെൻറ്റാലിറ്റിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, നമ്മൾ മെൻറ്റാലിറ്റി സെറ്റപ്പ് ചെയ്താൽ, നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റും ഏത് ബിസിനസ് ആയാലും നമ്മൾ മെൻറ്റാലിറ്റി സെറ്റപ്പ് ചെയ്യണം. പലരും ഇവിടെ ഒരു ചായക്കട നടത്തുന്നുണ്ട്, പലരും എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലരുടെ ചായക്കടയ്ക്ക് എന്താ ഇത്രയും ഹൈപ്പ് വരുന്നത്? ചില ബാംഗ്ലൂരിലുള്ള ചില ടീ സ്റ്റാളിന് എന്താ മൾട്ടി ബില്യണർ മീൻസ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കച്ചവടം കിട്ടുന്നത്? അത് അവരുടെ മെൻറ്റാലിറ്റിയാണ്. അവർ സെലക്ട് ചെയ്യുന്ന ആ ഒരു പാത്ത് വേ ആണ്.
അവിടെയാണ് നിങ്ങളും എല്ലാവരും കോയിൻ ബൈ ചെയ്യുന്നുണ്ട്, എല്ലാവരും ക്രിപ്റ്റോയെക്കുറിച്ച് അറിയുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് ഈ കുറച്ചും കൂടി ആവേശത്തോടെ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷ്മതയോടെ ഡീൽ ചെയ്ത് നമുക്ക് നല്ലൊരു ഗെയിൻ ഉണ്ടാകും. നാളെ കാണാം. ഓക്കെ, ബൈ.